ജ്യോതിഷ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ്. നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമാണ്. പക്ഷേ എങ്കിലും ഇത് ഒരു രാശിയിൽ തന്നെയാണ്, മേടക്കൂറിൽ തന്നെയാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ ഒരു ആകൃതിയെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് സോഡിയാക്കിൽ 3 അടുപ്പുകല്ല് കൂട്ടിയതുപോലെയാണ് ആ ഭരണി നക്ഷത്രം. ഈ ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നല്ല മുഖസൗന്ദര്യമുള്ളവരായിരിക്കും, ഓവൽ ഷേപ്പായിരിക്കും. ബുദ്ധിപരമായ കാര്യങ്ങൾ, ഗവേഷണപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യവും ജിജ്ഞാസയും കാണിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ഗണമാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രം ത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ദശാകാലങ്ങൾ ഒരു മനുഷ്യായുസിൽ 120 വർഷമാണ് ഒരു മനുഷ്യായുസ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദശാകാലം. ഇപ്പം അശ്വതി ആണെങ്കിൽ കേതുർ ദശയിൽ വരുന്നു, ഭരണിയാണെങ്കിൽ ജനിക്കുന്നത് ആദ്യം ശുക്രദശയിലാണ്. അപ്പോൾ ശുക്രദശയിൽ, ഈ ശുക്രദശയിൽ ജനിക്കുന്നതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട മിക്ക ആളുകളും വളരെ സുഖിമാന്മാരാണ്, വളരെ സുഖലോലുപതയിൽ താല്പര്യമുള്ളവരാണ്, നല്ല ഉറച്ച ശരീരത്തോടു കൂടിയവരായിരിക്കും. കലാകായികമായ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം താല്പര്യമുള്ള ആളുകളാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ നക്ഷത്രക്കാരോട് ആർക്കെങ്കിലും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും വഴക്കാൻ പറ്റത്തില്ല. സ്വതന്ത്ര പ്രകൃതരായിരിക്കും. അവരുടെ ഏത് കാര്യങ്ങളാണെങ്കിലും ശരി, ആളുകളെല്ലാവരും പറയുന്നത് കേൾക്കും. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ഒരു ശ്രോതാവിനെ പോലെ ഇരിക്കും ആരുടെ മുമ്പിലും. പക്ഷേ ഇതൊക്കെ പറയുന്നതെല്ലാം കേൾക്കുമെങ്കിലും അവർ സ്വന്തമായ കാര്യങ്ങളിൽ സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുത്ത് പെരുമാറുന്ന കൂട്ടത്തിലാണ് ഈ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട ഏറിയ കൂറും ആൾക്കാർ. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും, നമ്മൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകൾ എടുത്ത് നോക്കുക, കലാമേഖലയിലും അതുപോലെ ദൃശ്യമാധ്യമ രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും മറ്റ് ഇതരമായ ഭക്തിപരമായ രംഗങ്ങളിലാണെങ്കിലും ഒക്കെ എത്ര റിസ്ക് എടുത്തിട്ടും ചിലർ മടിയന്മാരാണ്. ഇപ്പം നമ്മളൊരു വിഷയത്തിൽ ഇടപെട്ടു, അതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളത് മാറ്റിവെക്കും, അല്ലെങ്കിൽ പിന്നെ ആകാതെ. ഇതങ്ങനെയല്ല. ഇത് ഒരു വിഷയത്തിൽ ഈ നക്ഷത്രക്കാർ ഏർപ്പെട്ടാൽ അതിൽ തന്നെ മുന്നോട്ട് പോയി അത് ആ ലക്ഷ്യം സാധ്യമാകുന്നവരെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നിരന്തര പരിശ്രമശാലികളാണ്. പിന്നെ ഇവർക്കുള്ളൊരു പ്രത്യേകത, പെട്ടെന്ന് ഒരു ഡിപ്രസ്ഡ് ആവും. മാനസികമായ ക്ഷോഭം പെട്ടെന്നൊരു ക്ഷോഭം. നമ്മൾ പറയത്തില്ലേ, കോപിഷ്ഠരാകുക, കലി വരിക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും, പെട്ടെന്ന് ശാന്തരാകുകയും ചെയ്യും. അത് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രകൃതമാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പ്രത്യേകിച്ച് വൈവാഹികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ചിലർക്ക് ഈ ഭരണി നക്ഷത്രത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത, ഭരണിയുടെ ചില പാദങ്ങളിൽ ജനിക്കുന്നത് ദോഷമാണ്. പിതാവിന് ദോഷകരമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഭരണി നക്ഷത്രത്തിന് ചില പാദങ്ങളിൽ ജനിക്കുന്നത്. അതുപോലെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പരിശ്രമശാലികൾ. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നല്ല ഉന്നത വിദ്യാഭ്യാസം സമ്പാദിക്കാൻ, അത് അക്കാഡമിക്കലായിട്ടുള്ള അറിവുകൾ മാത്രമല്ല, നമുക്ക് വളരെ സ്പിരിച്വലായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ലോകവിജ്ഞാനങ്ങൾ, ജനറൽ നോളജ്, ഇതൊക്കെ സമ്പാദിക്കാനായിട്ട് കഴിയുന്ന ഒരു നക്ഷത്രമാണ്. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് ഭയങ്കര പെട്ടെന്ന് ഒരു ക്ഷോഭവും കാര്യങ്ങളും വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അത് കൂടുതലും ഇവരിൽ പലരും നേർരേഖക്കാരാണ്. 90% ആളുകളും ഭരണി നക്ഷത്രത്തിൽപ്പെട്ടവർ നേർരേഖക്കാരാണ്. പിന്നെ ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഭജിക്കേണ്ടത് ശരിക്കും ആ നക്ഷത്രത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ഭജനം, ദേവീ ഭജനമാണ് ചെയ്യേണ്ടത്. ഭരണി നമുക്കറിയാം, മീനഭരണി, കൊടുങ്ങല്ലൂർ ഭരണി, ഇതൊക്കെ ഈ ഭരണി നക്ഷത്രക്കാരെല്ലാം ശരിക്കും ദേവിയുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. നക്ഷത്രത്തിൻ്റെ രാശി തന്നെ മേടൻ രാശി ആയതുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു പവർ ഉള്ളവരാണ്. അപ്പോൾ ഇവരുടെ ഈ പവർ വർദ്ധിക്കണമെങ്കിൽ ശാക്തേയമായിരിക്കുന്ന ഭജനങ്ങൾ, ദേവീ ഭജനങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ദാമ്പത്യ ജീവിതങ്ങളിൽ വളരെ ആലോചനാപൂർവ്വം സമീപിക്കണം. ചില വൈവാഹിക ബന്ധങ്ങൾ തകർച്ചയിൽ വന്നിട്ടുള്ള സ്ത്രീകൾ, പുരുഷന്മാർ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ചില ഭരണി നാളുകാരിൽ അകാലത്തിൽ ചില വൈധവ്യ ദുരിതങ്ങൾ ഇതുപോലൊക്കെയുള്ള, അത് ജാതകത്തിലും കൂടെ അത്തരത്തിലുള്ള ദോഷങ്ങൾ
ചൊവ്വാദോഷങ്ങളെ പോലുള്ള കാര്യങ്ങൾ കടിച്ച് നിൽപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ഫലത്തിലേക്ക് വരും. അപ്പം ഇങ്ങനെ ഇവരുടെ ഈ ദോഷങ്ങളെല്ലാം മാറുന്നത്. അതുപോലെ കായിക മേഖലകളിലൊക്കെ തന്നെ വളരെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആൾക്കാർ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ട്. ആധ്യാത്മിക മേഖലകളിൽ ചരിത്ര പുരുഷന്മാർ, സാഹിത്യകാരന്മാർ, സിനിമ പോലെയുള്ള മാധ്യമ രംഗങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ളവരൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഔചിത്യമല്ലാത്ത കൂട്ടുകെട്ട്, ഊഹക്കച്ചവടങ്ങൾ, അതായത് പെട്ടെന്ന് ഇപ്പം നമ്മൾ ചിലരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം ഫാസ്റ്റാണ്, ആർക്കും ക്ഷമിക്കാനുള്ളൊരു താല്പര്യമില്ല. അവർക്ക് പെട്ടെന്ന് ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതിൽ, ഈ ഊഹക്കച്ചവടത്തിനോ ഇതിനൊക്കെ പോയി വീഴുന്നതിലൊക്കെ ചില ആളുകൾ, ഒരു ശതമാനം ആളുകൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. അത്തരം കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചില അകാരണമായ കാലതാമസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രകൃതം ഈ നക്ഷത്രത്തിന് വരാറുണ്ട്. ഈ പൊതുവേ ഈ 2026 കുറിച്ച് പറഞ്ഞാൽ ഈ ഭരണി നക്ഷത്രത്തിന് കുറച്ച് മങ്ങലേറ്റിരിക്കുന്നൊരു സമയമാണ്. ഒരു 6 മാസക്കാലം വ്യാഴം അനുകൂലമായിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതിക്കും പൊതുവേ ഉള്ള ഇവരുടെ കർമ്മമണ്ഡലത്തിലുള്ള ദുരിതങ്ങൾക്കും എല്ലാം മാറ്റം വരും. എന്നാലും ഏഴരശനി തുടർന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇവർ ചെയ്യേണ്ടത് ഈ ഭരണി നാൾ കുലദേവതാ പൂജ, ആ സ്വന്തം കുലത്തിലുള്ള കുടുംബക്ഷേത്രത്തിൽ പോവുക, ആ ദേവിക്ക് മാല ചാർത്തുക, ഉടയാട ചാർത്തുക, പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അതുപോലെ തന്നെ നവഗ്രഹ പ്രീതികരമായിരിക്കുന്ന മന്ത്രങ്ങൾ ധാരാളം ചൊല്ലുക, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വിദേശ ഭാഗ്യങ്ങൾ നമ്മൾ പറയത്തില്ലേ, ചിലർ പിന്നെ ജനിച്ചു കഴിയുമ്പോൾ സ്വന്തം നാട്ടിൽ പല ജോലികളും കാര്യങ്ങളും ഒക്കെ നോക്കുമെങ്കിലും ശരി, അവർക്കത് ശരിയാകില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്കായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ദൈവാധീനം കാണും. അങ്ങനെ വിദേശ യോഗങ്ങൾ കൂടുതലായിട്ടും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഉണ്ടാകും. എന്ന് വെച്ച് ഭരണി നക്ഷത്രക്കാരെല്ലാം വിദേശത്ത് പോകണമെന്നല്ല. വിദേശ ഭാഗ്യങ്ങൾ ലഭിക്കാൻ കൂടുതൽ യോഗമുള്ള ഒരു നക്ഷത്രമാണ്. ഇനിയിപ്പോൾ വിദേശത്ത് പോയില്ലെങ്കിലും, വിദേശത്ത് ഇപ്പം ഭർത്താവ് വിദേശത്ത് പോവാണ്, ഭാര്യ ഭരണി നക്ഷത്രമാണ്, വിദേശ ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടെന്ന് നമ്മൾ ആ തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഭരണി നക്ഷത്രം ഒരു ഉറച്ച നിലപാടുള്ള നക്ഷത്രമാണ്. ആര് എന്ത് വിഷയങ്ങൾ പറഞ്ഞിരുന്നാലും ശരി, അതിനെയെല്ലാം ഏത് പ്രതിസന്ധികളെയാണെങ്കിലും സ്വയം അതിജീവിച്ച് പോകാനുള്ള ഒരു കരുത്തുണ്ട്. ഒരു ലക്ഷ്യത്തിൽ അവർ കൈവച്ചാൽ, ഒരു കാര്യത്തിൽ അവർ കൈവച്ചാൽ, ആ ലക്ഷ്യം പ്രാപ്തമാകുന്നിടം വരെ നിരന്തരമായി നിതാന്തമായി പരിശ്രമിച്ച് ആ ലക്ഷ്യത്തിലെത്തുന്ന പരിശ്രമശാലികളിൽ കൂടുതലും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. പൊതുവേ ഈ ഒരു വർഷം 2026 ഭരണി നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നൂതനമായിരിക്കുന്ന ഗ്രഹമോ അല്ലെങ്കിൽ വാഹനമോ വാങ്ങാനുള്ള സാധ്യതയുണ്ട്, ഭൂമി വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ദോഷദുരിതങ്ങൾ ശമിക്കുന്നതിന് വേണ്ടി കുലദേവത പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇപ്പം ഗുരുവായൂർ ഉണ്ട്, ഇപ്പോൾ ഗുരുവായൂർ തന്നെ പോകണമെന്നില്ല. നമ്മുടെ തൊട്ടടുത്തൊരു വിഷ്ണു ക്ഷേത്രമോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പോകാം. പൊതുവേ നമുക്ക് ഈ ശനിയുടെ ദോഷം മാറുന്നതിന് വേണ്ടി ശാസ്താവിനെയും അതുപോലെ തന്നെ ശിവനെയും ഒക്കെ ഭജിക്കാം. നവഗ്രഹ സ്തുതികൾ സ്വയം തന്നെ അവരവർക്ക് തന്നെ ചൊല്ലാം. ഈ ദോഷകാലങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളും കൂടെ സ്വയം അത്തരത്തിലുള്ള ഉപാസനകളോ പ്രാർത്ഥനകളോ അനുഷ്ഠാനങ്ങളോ ചെയ്യാൻ നമ്മളും കൂടെ തയ്യാറാവണം. പൊതുവെ എന്തായാലും ഈശ്വര ഭക്തരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഒന്നുമല്ല, ഈശ്വര ഭക്തരായിരിക്കും. സാമാന്യ മര്യാദകളെയും സാമൂഹികമായിരിക്കുന്ന മര്യാദകളെയും പാലിക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ തുടക്കത്തിൽ അല്പം ക്ലേശകരമായി വന്നിരുന്നാലും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ വളരെയധികം പരിശ്രമശാലികളായി ഉയർന്നു വരാൻ യോഗമുള്ള നക്ഷത്രക്കാരിൽ ഏറിയ കൂറും ഭരണി നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.